അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ച് ബോധാൻ തുടങ്ങി. അങ്ങനെ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കള് വീടിന്റെ വാതിലിൽ തീയിടുകയാ. എന്നിട്ട് ഒരു വീടിനകത്തേക്ക് കടന്നു വന്നോ. ഉസ്മാൻ റളിയല്ലാഹു തആല ഖുർആൻ ഓതിക്കൊണ്ട് നിസ്കാരപ്പായിക്കകത്തിരിക്കുമ്പോ അവര് വീടിനകത്തേക്ക് കയറി വന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ കയ്യങ്ങ് വെട്ടി മുറിക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ വെട്ടാ പോകുമ്പോ അവരൊന്ന് കൈ ഇങ്ങനെ എടുത്തിട്ട് തടയുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല കയ്യങ്ങ് വെട്ടി മുറിക്കുകയാ. ഇത് കണ്ടുകൊണ്ട് നായില ബീവി റളിയല്ലാഹു തആല അവിടുന്ന് ഓടി വരികയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വെട്ടുന്നതിന് വേണ്ടി വാൾ ഉയർത്തുമ്പോ നായില ബീവി റളിയല്ലാഹു തആല കേറി തടയുകയാ. നായില ബീവിയുടെ രണ്ട് കൈകളും അവര് വെട്ടി മുറിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ മുന്നിലിട്ടിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവർ വെട്ടുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ഭാര്യ പിടഞ്ഞ് താഴെ വീഴുകയാ. ശത്രുക്കള് വീടിനകത്ത് ഇരച്ചു കയറി. ഉസ്മാൻ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വീടിനകത്തേക്ക് ശത്രുക്കള് കയറി വന്നു. ഉസ്മാൻ തങ്ങളുടെ താടിയിൽ ഒരു ചെറുപ്പക്കാരൻ പിടിച്ചിരിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ താടിയിൽ ഒരു ചെറുപ്പക്കാരൻ പിടിച്ചു. എന്നിട്ട് പിടിച്ചിങ്ങനെ കുലുക്കുമ്പോ ഉസ്മാൻ തങ്ങളുടെ തല ഉയർത്തി നോക്കിയാരാ എന്റെ താടിയിൽ പിടിച്ചിരിക്കുന്നതാരാ റബ്ബേ. നോക്കുമ്പോ ഉസ്മാൻ തങ്ങള് കരയുകയാ. തന്റെ താടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കുലുക്കുമ്പോ ഉസ്മാൻ തങ്ങള് വിളിക്കുന്നു, മോനെ, എന്റെ കൂട്ടുകാരന്റെ മകനെ, എന്റെ കൂട്ടുകാരന്റെ മകനെ, നീ പിടിച്ചിരിക്കുന്ന ഈ താടിയുണ്ടല്ലോ, നീ പിടിച്ചിരിക്കുന്ന ഈ താടിയുണ്ടല്ലോ, നിന്റെ വാപ്പ ഒരുപാട് ഇഷ്ടപ്പെട്ടതാ. നിന്റെ വാപ്പ ഒരുപാട് ഇഷ്ടപ്പെട്ട താടിയിലാ നീ കേറി പിടിച്ചിരിക്കുന്നത്. ആരാ പിടിച്ചതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഉസ്മാൻ തങ്ങളുടെ താടിയെ കുറിച്ച് പറയുമായിരുന്നു. ഉസ്മാൻ തങ്ങളുടെ താടിയെ കുറിച്ച് പറയുമായിരുന്നു. വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആ അബൂബക്കർ തങ്ങളുടെ മകനാണ് താടിയിൽ കയറി പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കുന്നത്. അന്ന് ശത്രുവിന്റെ കൂടെയാ. ഇത് പറഞ്ഞപ്പോഴാണ് അബൂബക്കർ തങ്ങളുടെ മകന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. അപ്പോഴാണ് തെറ്റു മനസ്സിലായത്. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഇറങ്ങി പോകുമ്പോ വീടിനകത്തിട്ട് ശത്രുക്കള് വെട്ടുകയാ. ഖുർആൻ വിട്ടില്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഖുർആൻ അപ്പോഴും ഉസ്മാൻ തങ്ങൾ ഇങ്ങനെ പിടിക്കുകയാ. എന്റെ കഴുത്തിൽ വെട്ടുകൊണ്ടിട്ട് ഉസ്മാൻ തങ്ങളുടെ രക്തം ഇങ്ങനെ ഖുർആനിന്റെ മുകളിലേക്ക് വീഴുകയാണ്. ഓതിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ മുകളില് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം ഇങ്ങനെ വീഴുകയാ. ഉസ്മാൻ തങ്ങൾ നോക്കുന്നു, റബ്ബേ, ഏതായത്തിന്റെ മുകളിലാ വീണത്, ഏതായത്തിന്റെ മുകളിലാ വീണത്. തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു, ഉസ്മാനേ, നിനക്ക് ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരും, ഒരുപാട് പ്രയാസങ്ങൾ നിനക്ക് അനുഭവിക്കേണ്ടി വരും. നീ സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ നീ എന്റെ കൂട്ടുകാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. വീടിനകത്ത് ഇരച്ചു കയറിയ ശത്രുക്കളെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്ന് തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചു. മുസ്ലിമേ, ആ വിളക്കൻ അണയുകയാ. ഉസ്മാൻ തങ്ങൾ ശഹീദാവുകയാ. ഉസ്മാൻ തങ്ങൾ ശഹീദാവുകയാ. റബ്ബേ, കബറടക്കിയത് രാത്രിയിലാ. ആരും കാണാതെ മുസ്ലിമീങ്ങൾ എടുത്തുകൊണ്ടുപോയി ജന്നത്തിൽ എടുത്തുകൊണ്ടുപോയി ജന്നത്തുൽ ബഖീയുടെ വെളിയിലാ കബറടക്കിയത്. കാരണം പേടിയായിരുന്നു, ആ മയ്യത്ത് അവര് വികൃതമാക്കുമെന്ന് മുസ്ലിമീങ്ങൾക്ക് പേടിയായിരുന്നു. റബ്ബേ,
ജന്നത്തുൽ ബഖീയുടെ വെളിയിലാണ് ഖബറടക്കിയതെങ്കിലും ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ അറിയണം ചെറുപ്പക്കാരാ, ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി ആരെല്ലാം കൂടിയിട്ടുണ്ടോ? നിങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. അവര് മുഴുവനും ഭ്രാന്ത് പിടിച്ച് ചത്തുപോയെന്ന ചരിത്രം പറയുകയാ. ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ കൂടിയവര് മുഴുവനും പടച്ചവനെ അവർ കാഫിറായി പുഴുത്ത് ചത്തുപോയെന്ന ചരിത്രം പഠിപ്പിക്കുന്നു. അതാ കൊല്ലങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവേ, പരിശുദ്ധമായ കഅബാലയത്തിൽ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ മനുഷ്യൻ ഉസ്മാൻ തങ്ങളുടെ മരണം പറഞ്ഞ് കരയുകയാ. ഉസ്മാൻ തങ്ങളുടെ മരണം പറഞ്ഞിട്ട് തവാഫിന്റെ വേളയിൽ കരയുകയാ. അവളെന്ന് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഉസ്മാൻ തങ്ങളുടെ മരണം പറഞ്ഞ് കരയുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞതെന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നവരുടെ കൂട്ടത്തില് ഞാനും ഉണ്ടായിരുന്നു. ഉസ്മാൻ തങ്ങൾ മരിച്ചു കിടന്നപ്പോ ആ മയ്യത്ത് കാണാൻ പോയി. ഉസ്മാൻ തങ്ങളെ മരിച്ചു കിടന്നപ്പോ ആ മയ്യത്ത് കാണാൻ പോയി. മരിച്ചു കിടക്കുന്ന ഉസ്മാനിന്റെ മുഖത്തിട്ടിരുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ ഉസ്മാൻ തങ്ങൾ ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. ഉസ്മാൻ തങ്ങൾ ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. ആ സമയത്ത് ഈ മനുഷ്യൻ ഉസ്മാൻ തങ്ങളുടെ മുഖത്തടിച്ചിട്ട് പറഞ്ഞു, മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാ, മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ തങ്ങളുടെ മുഖത്തേക്ക് കൈയെടുത്തടിച്ചു. അല്ലാഹു ചെയ്യുന്ന മനുഷ്യൻ തന്റെ കൈ കാണിച്ചിട്ട് പറയുന്നു, എന്റെ കയ്യങ്ങുണങ്ങിപ്പോയി. മരിച്ചു കിടന്നപ്പോഴും ചിരിച്ച സ്വഹാബിയാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ജന്നത്തുൽ ബഖീയുടെ പുറത്തു കൊണ്ടുപോയി പാതിരാത്രിയിൽ ഖബറടക്കി. എങ്കിൽ ഇന്ന് മദീനത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരും മക്കളും കൂടപ്പുറപ്പുകളും സഹാബികൾ കിടക്കുന്ന അല്ലാഹുവേ, ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്നുണ്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഉസ്മാൻ തങ്ങൾക്ക് ഉണ്ടായിരുന്ന ഗുണങ്ങൾ ജീവിതത്തിൽ പിൻപറ്റാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അവരൊക്കെ കിടക്കുന്ന സ്വർഗ്ഗം ഞങ്ങൾക്കും തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ദുആ ചെയ്തു പിരിയാ. ഒരു വലിയ ലക്ഷ്യം